അടുത്ത് സൽമാൻ ഖാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്റെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ വരരുതെന്ന്. ഹായ്, ഐ എം ഡോക്ടർ ശരണ്യ ജി, ഓർത്തഡോണ്ടിസ്റ്റ് ആൻഡ് അലൈനർ സ്പെഷ്യലിസ്റ്റ്. ശരിക്കും എന്താണ് ഈ ട്രൈജമിനൽ ന്യൂറാൾജിയ? നെർവുകൾക്ക് വരുന്ന ഡാമേജോ അല്ലെങ്കിൽ കംപ്രഷനോ ആണ് ന്യൂറാൾജിക് പെയിൻ ആയിട്ട് മാറാം. അത് ട്രൈജമിനൽ നെർവിനെ ഇഫക്ട് ചെയ്യുമ്പോൾ ട്രൈജമിനൽ ന്യൂറാൾജിക് പെയിൻ ആയിട്ട് മാറുന്നു. മോസ്റ്റ്ലി പേഷ്യന്റ് ഒരു സൈഡ് ഓഫ് ഫേസിനായിരിക്കും ഇത് ഇഫക്ട് ചെയ്യുക, കണ്ണിന് താഴെയോ അല്ലെങ്കിൽ ചീക്സിലോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന ജോയിലോ. പലപ്പോഴും ഇത് TMJ പെയിനുമായിട്ട് കൺഫ്യൂഷനായി പോവാറുണ്ട്. ന്യൂറാൾജിക് പെയിൻ സഫർ ചെയ്യുന്ന പേഷ്യൻസിന് ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നോർമൽ ഷേവ് ചെയ്യുന്ന സമയത്തോ പോലോ പെയിൻ ഭയങ്കരമായി ഷൂട്ട് ചെയ്യും. ഒരു സൂയിസൈഡൽ ടൈപ്പ് ഓഫ് പെയിൻ ആയിട്ടാണ് എപ്പോഴും പേഷ്യൻസ് റെഫർ ചെയ്യാറുള്ളത്. ഈ കണ്ടീഷന് ഡെന്റിസ്ട്രിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട്. ഇതേ നെർവ്സ് തന്നെയാണ് നമ്മളുടെ ഗംസിനെയും ടീത്തിനെയും TMJ ജോയിനെയും ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നെർവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇത് പല രീതിയിലുള്ള പെയിൻസ് ആയിട്ട് പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്യാം, എസ്പെഷ്യലി ഡെന്റൽ പെയിൻ അല്ലെങ്കിൽ ജോ പെയിൻ, ഹെഡ് ഏക്സ്. അപ്പൊ പ്രോപ്പറായിട്ട് കണ്ടീഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ന്യൂറാൾജിക് പെയിൻ ആണെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയും അല്ലെങ്കിൽ ഡെന്റൽ റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ ഡെന്റിസ്റ്റിന്റെ അടുത്തും റെഫർ ചെയ്യുക.